നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസിന്റെ പേരിൽ കെട്ടിട ഉടമകളെ പിഴിഞ്ഞ് സംസ്ഥാന സർക്കാർ. കെട്ടിടങ്ങളുടെ നിർമ്മാണ ചെലവ് പെരുപ്പിച്ചു കാണിച്ച് വൻതുക സെസ് പിരിക്കുന്നുവെന്നാണ് പരാതി. നിർമ്മാണം പൂർത്തിയായി വർഷങ്ങൾക്ക് ശേഷം വരുന്ന സെസ് നോട്ടീസ് കണ്ട് പകച്ചു നിൽക്കുകയാണ് സാധാരണക്കാർ. ഇത് മഞ്ചേരി കാരക്കുന്ന് സ്വദേശി അബ്ദുള്ള തരകൻ. 36 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ സ്വരുക്കൂട്ടിയ സമ്പാദ്യം കൊണ്ട് നാട്ടിൽ ഒരു കെട്ടിടം പണിതു. നിർമ്മാണം പൂർത്തിയായത് 2017. കെട്ടിടത്തിന് സെസ് അടയ്ക്കാൻ നിർദ്ദേശിച്ച് മലപ്പുറം ലേബർ ഓഫീസിൽ നിന്ന് നോട്ടീസ് വന്നത് ഒരു മാസം മുമ്പ്. 1.5 കോടി രൂപയ്ക്ക് നിർമ്മിച്ച കെട്ടിടത്തിന് നോട്ടീസിലുള്ള നിർമ്മാണ ചെലവ് 3,05,00,000 രൂപ. സെസ് അടയ്ക്കേണ്ടത് 3,05,448 രൂപ. 36 വർഷം ഞാൻ ഗൾഫിൽ വീടും കൂടിയും കുടുംബമില്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം ഒരുമിച്ച് ഞാനൊരു ബിൽഡിംഗ് ആക്കി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനി നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ജീവിതമാർഗം എന്നുള്ള നിലക്ക് അപ്പോൾ അത് ഇപ്പോൾ 5 വർഷത്തോളം ഒരു വരുമാനമില്ലാതെ കയറ്റിയിട്ട് കിടക്കുകയായിരുന്നു. കാരണം നാട്ടിൻപുറത്താണ് ഈ ബിൽഡിങ്, ടൗണിലല്ല. അപ്പോൾ അതിൽ നിന്ന് ചെറിയ വരുമാനം ഇപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കിട്ടുന്നത് ഒരു കൂട്ടി ഇപ്പോൾ ഇവർക്ക് കൊടുക്കാനേ ഉള്ളൂ. നമ്മളെ ആവശ്യത്തിനൊന്നും എടുക്കുക അപ്പോൾ അതിന് കിട്ടണില്ല. മലപ്പുറം ചങ്ങരംകുളം സ്വദേശി ദിവാകരന്റെ അനുഭവവും മറിച്ചല്ല. എനിക്ക് അടയ്ക്കാൻ പറഞ്ഞുള്ളത് 1,93,600 സംതിങ് രൂപയാണ് അടയ്ക്കാൻ പറഞ്ഞുള്ളത്. അപ്പോൾ എനിക്കിതിൽ ചിലവ് വന്നുള്ള അന്ന് ഈ 2017 ബിൽഡിംഗ് ചിലവ് വന്നുള്ള ഏകദേശം ഒരു 50 ലക്ഷത്തിന് താഴെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവർ പറയണത് 2,93,00,000 സംതിങ് ചിലവ് വന്നിട്ട് എന്നുള്ള കണക്കാണ് അവർ തന്നുള്ളത്. നിർമ്മാണ തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട സെസ് തുക അടയ്ക്കാൻ ഇവർ ഒരുക്കമാണ്. അന്യായമായ പിടിച്ചുപറിയിലാണ് പ്രതിഷേധം. നിർമ്മാണ ചെലവിന്റെ 1% സെസ്. മാനദണ്ഡങ്ങളുടെ ചുവട് പിടിച്ച് നിർമ്മാണ ചെലവ് പെരുപ്പിച്ച് കാണിക്കുന്നതോടെ സെസ് തുക ഈ കണ്ട പോലെ ഇരട്ടി കടക്കും. ഇങ്ങനെയൊക്കെ പിരിച്ചിട്ടും 3.5 ലക്ഷം പേർക്ക് 1.25 കൊല്ലമായി പെൻഷൻ കിട്ടുന്നില്ല എന്നതാണ് വിരോധാഭാസം. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, മലപ്പുറം.